സ്ക്രോൾ ചെയ്യാൻ വരട്ട് നിങ്ങൾ അറിഞ്ഞായിരുന്ന വീണ്ടും കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി വരുന്നു. ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ, പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ അതിന്റെ കുറച്ച് പാർട്സ് കണ്ടായിരുന്നു. അതിലുള്ള ഒരു സീൻ എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മൺ സ്ത്രീനെ കുറെ മുസ്ലിംസ് എല്ലാം കൂടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ബീഫ് കഴിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മൾ മലയാളികൾ എങ്ങനെയാണെന്ന്. മലയാളികളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കുന്ന ഇത്തരം സിനിമകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ യൂട്യൂബിൽ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും 1 ഡേയിൽ ഈ കേരള സ്റ്റോറി 2 ട്രെയിലർ 1 കോടിയിലധികം വ്യൂസ് ആയിട്ടുണ്ട്. അത്രയും വ്യൂസ് ഒന്നും ഈ ട്രെയിലർ ഡിസേർവ് ചെയ്യുന്നില്ല. ഈ സിനിമ സത്യം പറഞ്ഞാൽ ആരും കാണാൻ പാടില്ല. എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് അതൊന്ന് റിപ്പോർട്ട് അടിച്ച് വിടുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഈ സിനിമ ഇറങ്ങാതിരിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിയില്ല. അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാൻ നോക്കാം. എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. മലയാളികൾക്കെതിരെ ഇത്രയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ അത് മലയാളി ഡിസേർവ് ആക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാല്ലേ. സോ ഇത്തരം സിനിമകളൊന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ട്രെയിലർ കാണാൻ പാടില്ല. കണ്ട അവർക്കില്ലേ അതിന്റെ വ്യൂസും വാച്ചവറും ഒക്കെ കയറുന്നത്. വെറുതെ എന്തിനാണ് അവന്മാർ ട്രെയിലറും കണ്ട സോങ്സും കണ്ടിട്ട് ഒന്നും കാണണ്ട. പിന്നെ ഈ സിനിമ ഇറങ്ങി നമ്മളെന്തായാലും കാണാൻ പാടില്ല. പക്ഷെ കാണുന്നവരുണ്ട്, അവരെന്ത് വിചാരിക്കും മലയാളികളെ കുറിച്ച്? ഓ, മലയാളികൾ എത്രയും മോശമായിട്ടുള്ള ആൾക്കാരാണെന്ന് അങ്ങനെയല്ലേ ചിന്തിക്കൂ. ഇത്രയും ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന ഈ സിനിമയ്ക്ക് ഇതിന്റെ പാർട്ട് 1 നാഷണൽ അവാർഡ് വരെ കിട്ടിയിരിക്കുന്നു. എന്തല്ലേ, സിനിമയുടെ നിലവാരം പോലും അവിടെ പോയി. നിങ്ങളും ഈ കേരള സ്റ്റോറി 2 എന്തെങ്കിലും ട്രെയിലറോ എന്തെങ്കിലും സംഭവം കാണുകയാണെങ്കിൽ എന്നെ പോലെ അങ്ങ് റിപ്പോർട്ട് അടിച്ച് വിട്ടേക്ക്. പിന്നെ ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരും. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്റൻഷനലി സ്പ്രെഡിങ് ഹെയ്റ്റ് ടുവേർഡ്സ് കേരള എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. അങ്ങനെ കുറെ പേര് റിപ്പോർട്ട് അടിക്കുമ്പോൾ അത് ക്യാൻസൽ ആയി പോകത്തില്ല ആ വീഡിയോ, ആ ട്രെയിലർ. ഇത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ.